മധ്യവയസ്കരായ സ്ത്രീകളെ ബലാത്സംഗം സമ്മതിക്കാം. നീ അവിടെ കയറി മുത്തശ്ശിയെയും മരുമോളെയും കൊച്ചുമോളെയും കൂടെ ബലാത്സംഗം ചെയ്തു. നീ മുത്തശ്ശിയിലും മരുമോളും നിർത്തണ്ടായിരുന്നു. നീ നമസ്കാരം. വിരമിച്ച IPS ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജേക്കബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി ഇൻ്റർവ്യൂ കൊടുക്കലുകളാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂകൾ കൊടുക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വവും സമൂഹത്തോട് ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വൈറലാകാൻ വേണ്ടിയാണോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്നറിയില്ല. പറയുന്നത് 100% സത്യമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നത്തക്ക വിധത്തിലാണ് ഓരോ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏതോ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ മതിയായി, തുടർന്ന് ഞാൻ കേട്ടില്ല. അദ്ദേഹം ഒരു കേസിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സമ്മതിക്കാം. നീ അവിടെ കയറി മുത്തശ്ശിയെയും മരുമോളെയും കൊച്ചുമോളെയും കൂടെ ബലാത്സംഗം ചെയ്തു. നീ മുത്തശ്ശിയിലും മരുമോളും നിർത്തണ്ടായിരുന്നു. നീ അദ്ദേഹം പറയുകയാണ്, ഒരു പ്രതിയുമായിട്ട് സംസാരിച്ചു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ഒരു പ്രതിയുമായിട്ട് സംസാരിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. 21 സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്തു. അപ്പോൾ ഈ അന്ന് സാറായിരുന്ന ഈ അലക്സാണ്ടർ ജേക്കബ് പ്രതിയോട് ചോദിച്ചു അത്രേ, മധ്യവയസ്കരായ സ്ത്രീകളെ നീ ബലാത്സംഗം ചെയ്തത് സമ്മതിക്കാം, പക്ഷെ ആ വീട്ടിലെ മുത്തശ്ശിയെയും കൊച്ചുമകളെയും കൂടി എന്തിനാണ് നീ ബലാത്സംഗം ചെയ്തത്? മുത്തശ്ശിയിൽ നിർത്തരുതായിരുന്നോ നിനക്ക് പീഡനം? ആ കൊച്ചുമകൾ കന്യകയല്ലേ, അവളെ എന്തിനാണ് ബലാത്സംഗം ചെയ്തത് എന്ന് ചോദിച്ചു അത്രേ. ഈ ഒരു സംഗതി മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സന്ദേശമാണ് ആളുകളിലേക്ക് പോകുന്നത്? എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള ആൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമോ? പീഡനം അത് എവിടെ ആരോട് നടന്നാലും, ഇനിയിപ്പോൾ പുരുഷന്മാരോട് നടന്നാൽ പോലും അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റല്ലേ അത്? ക്രിമിനൽ കുറ്റമല്ലേ അത്? അതിനെ പ്രായത്തിന്റെ ഒരു അളവ് വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ന്യായീകരിക്കാൻ കഴിയുമോ? വിവാഹം കഴിച്ച സ്ത്രീകളാണ് ഇത്. വിവാഹം കഴിക്കാത്ത ഒരു കന്യകയായ പെൺകുട്ടി നീ എന്തിനാ ചെയ്തെന്ന് ഒരു പ്രതിയോട് പറയുകയാണ്, നീ മുത്തശ്ശിയെയും മധ്യവയസ്കരെയൊക്കെ പോട്ടെ, അവരുടെയൊക്കെ ജീവിതം കഴിഞ്ഞ് അവരൊക്കെ വിവാഹിതരാണ്, അവരെ ബലാത്സംഗം ചെയ്ത് അങ്ങ് പോട്ടെ, എന്തിനാ കൊച്ചുമകളെ വിവാഹം കഴിക്കാത്ത കൊച്ചുമകളെ നീ എന്തിനാണ് ബലാത്സംഗം ചെയ്തതെന്ന് ചോദിച്ചെന്ന്. എന്തോ വലിയ കാര്യം പറയുന്ന പോലെയാണ് അങ്ങനെ പറഞ്ഞു തള്ളുന്നത്. എന്നിട്ട് പറയണം 1.5 മണിക്കൂർ ഞാൻ കൗൺസിലിംഗ് കൊടുത്തെന്ന്. യഥാർത്ഥത്തിൽ ഇവരെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് 1.5 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചില ചാനലുകൾ വൈറലാകാൻ വേണ്ടിയിട്ട് ഇത്തരം കട്ടുകൾ ഇതൊക്കെ മാത്രം കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. മനഃപൂർവ്വം തന്നെ അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതും വലിയ തെറ്റാണ്. കാരണം ഈ കേസിന്റെ കാര്യം ഇദ്ദേഹം സംസാരിക്കുന്നതാണ് പറയുന്നത്, വാലും തുമ്പും അല്ലാതെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഇന്റർവ്യൂവിന്റെ മറ്റൊരു ഭാഗം കൂടി ഞാൻ കണ്ടതിൽ ഈ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുകയാണ്, ദൃശ്യം 3 ഒക്കെ ഇപ്പോൾ വളരെ ഇവിടെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് സാധിക്കുമോ എന്ന്. എന്ത് ഗംഭീരമായിട്ടുള്ള ചോദ്യം അല്ലേ? ഒരു മുൻ IPS ഓഫീസറെ കിട്ടുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലോ. കാരണം ഇനിയും ക്രിമിനലുകൾ ഇവിടെ കുറവാണല്ലോ ഓൾറെഡി. ഇനിയും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് പ്രോത്സാഹനമായിക്കോട്ടെ, ഊർജം കിട്ടട്ടെ എന്ന് കരുതിയായിരിക്കണം ആ ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങേര് കൊടുത്ത മറുപടി, ഈ അലക്സാണ്ടർ ജേക്കബ് കൊടുത്ത മറുപടി, അങ്ങനെ ദൃശ്യം മോഡലിലൊക്കെ ഒരു ബോഡി ഡിസ്പോസ് ചെയ്താൽ അത് കേസിനെ കുറേ നാൾ നീട്ടാൻ സഹായിക്കുമെന്ന്. എങ്ങനെയുണ്ട് ഈ ദൃശ്യം സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ദൃശ്യത്തിന്റെ പല സീരീസ്, ഇപ്പം ദൃശ്യം 3 മറ്റോ ആയല്ലോ, ഈ 1, 2 ഒക്കെ ഇറങ്ങിയ സമയത്ത് ആ മോഡലിലുള്ള കൊലപാതകങ്ങൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്. പോലീസുകാർ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അതൊക്കെ ഇവിടെ നിലനിൽക്കെ തന്നെ മുൻ IPS ഓഫീസർ ഇരുന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്താൽ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ സഹായിക്കുമെന്ന്. ക്രിമിനലുകളെ വളർത്താനാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ്? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ എന്തിനാണ്? നിങ്ങൾക്ക് വൈറലാകണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇങ്ങനെ കുറേ ഓൺലൈൻ ചാനലുകളുണ്ട്. ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഭാവന വന്നൊരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. ആ ഭാവന ഇരിക്കുന്ന ഇരിപ്പിൽ അവരുടെ കാൽമുട്ടിന് താഴോട്ട് നഗ്നമാണ്, കാൽമുട്ടിന് താഴോട്ട് ഡ്രസ്സില്ല. അവരുടെ ആ കാലിന് താഴെ കൊണ്ടുവച്ച് തന്നെ കൃത്യമായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും കമൽ സാറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും ആ ഒരു കൃത്യമായിട്ടുള്ള ആംഗിളിൽ നല്ല മാന്യവും മര്യാദയുമായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ വെക്കുന്ന ആംഗിളിൽ കിടക്കും ബാക്കി കാര്യം. ഞാൻ സാധാരണ സ്ത്രീകളെയൊക്കെയാണ് വിമർശിക്കാറ്. അനാവശ്യമായിട്ടുള്ള ഡ്രസ്സിങ്ങിലൂടെ എന്തിന് പ്രദർശിപ്പിക്കാൻ വേണ്ടി, പ്രഹസനത്തിന് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ വിമർശിക്കാറുള്ള ആളാണ് ഞാൻ. അതേസമയം ഇങ്ങനെ കുറേ ക്യാമറാമാന്മാരുണ്ട്, കുറേ ചാനലുകാരുണ്ട്. അവരുടെ ഉദ്ദേശം
ഏത് ആംഗിളിൽ നിന്ന് എടുത്താൽ നമുക്ക് വൈറലാകാൻ പറ്റും, ഇതിനെ വൈറലാക്കാൻ പറ്റും, എത്ര മോശമായിട്ട് കൊടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് കയറി ബ്ലൗസിനകത്തുകൂടി ക്യാമറ സൂം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ താഴെ നിന്ന് കാൽപാദത്തിന് മുകളിലോട്ടുള്ള ഭാഗം കാൽമുട്ട് വരെങ്കിൽ കാൽമുട്ട് അത് കാണട്ടെ എന്ന് കരുതി എടുക്കുക, അല്ലെങ്കിൽ സൈഡ് നിന്ന് വയറും പൊക്കിളും കിട്ടുന്നെങ്കിൽ അത് എടുക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ക്യാമറാമാന്മാരുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇൻ്റർവ്യൂകൾ ഇപ്പോൾ പോകുന്നത്. ഏത് ആംഗിളിൽ സംസാരിപ്പിച്ചാൽ, ഏത് ആംഗിളിൽ ചോദ്യങ്ങൾ ചോദിച്ച് അയാളുടെ വായിൽ നിന്ന് എടുത്താൽ നമുക്ക് വൈറലാകാൻ പറ്റും, നമ്മുടെ ഈ ഒരു ക്ലിപ്പ് വൈറലാകും എന്നാണ് ഇവരും വിചാരിക്കുന്നത്. അപ്പോൾ വൈറലാകാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നയാളും ചെയ്യുന്നയാളും മറക്കുന്നുണ്ട്. ഓരോ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് ഒരു പരിധിയിൽ കവിഞ്ഞ് സംസാരിച്ചുകൂടാ എന്നുള്ളത് കോടതി വരെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുറ്റവാളി ആ കുറ്റം ചെയ്ത രീതി, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു കുറ്റകൃത്യമൊക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാരോട് മാധ്യമപ്രവർത്തകർ ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോൾ അവരതിനെ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും വിശദീകരിക്കുന്നത്? വിശദീകരിച്ചാൽ ഈ കുറ്റകൃത്യം ചെയ്യാൻ വാസനയുള്ള ആളുകൾക്ക് അതൊരു ഊർജ്ജമായിരിക്കും, അവർക്ക് ചില പുതിയ ഐഡിയകൾ കൊടുക്കാൻ ചിലപ്പോൾ അവരുടെ ആ ബൈറ്റ് സഹായിച്ചേക്കാം. അതുകൊണ്ട് ഒരു പരിധി അപ്പുറം എങ്ങനെ കൊലപാതകം നടത്തിയെന്നൊന്നും പോലീസുകാരും പുറത്തു വിടാറില്ല. പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും അധികം മീഡിയയൊക്കെ അവിടെ നിർത്താത്തതിന്റെ കാരണം അത് തന്നെയാണ്. വിശദാംശങ്ങളൊന്നും അറിഞ്ഞുകൂടാ, അറിയാൻ പാടില്ല, അറിയരുത്. പക്ഷെ അതേസമയം ഇങ്ങനെ IPS ഓഫീസർമാരൊക്കെ വന്നിരുന്നു കൊണ്ട് സർവീസിൽ കഴിഞ്ഞിരുന്ന സമയത്തുള്ള പ്രതികളെയും അവർ കുറ്റകൃത്യം ചെയ്ത രീതിയും അതിനെ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തതെന്നും അവർക്ക് ശിക്ഷ എത്രത്തോളം കുറച്ചാണ് കിട്ടിയതെന്നും ഒക്കെ പറയുമ്പോൾ കുറ്റം ചെയ്യാൻ വാസനയുള്ള ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടപാടാണത്. തീർച്ചയായിട്ടും അതിനൊരു തടയിടണം, ഇവിടെ ഒരു നിയന്ത്രണം വരണം ഈ ഇൻ്റർവ്യൂകളുടെ കണ്ടന്റുകൾക്ക്. മനുഷ്യന് പ്രയോജനപ്പെടുന്നത് എന്താണ്, മനുഷ്യൻ നന്മയിലേക്ക് നയിക്കപ്പെടുന്നത് എന്ത് കാണുമ്പോഴാണ്, എന്ത് പറയുമ്പോഴാണ്, അതിന് മാത്രം ചെവി കൊടുക്കുക, വായ തുറക്കുക. വൈറലാകാൻ പല മാർഗങ്ങളുണ്ട്. പണ്ട് അഖിൽമാരാർ പറഞ്ഞതുപോലെ ലുലുമാളിൽ ചെന്ന് തുണി കഴിച്ച് നിന്നാലും വൈറലാകാൻ പറ്റും, എല്ലാവരും ശ്രദ്ധിക്കും. അതിനേക്കാൾ ദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ഒന്നാമത് സ്വന്തം എന്താണ്, എൻ്റെ നില എന്താണ്, ഞാൻ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്, സമൂഹത്തിൽ എൻ്റെ പദവി എന്താണ് എന്നൊരു ചിന്ത വേണം. ആളുകൾ ഏത് കണ്ണിൽ കൂടിയാണ് എന്നെ കാണുന്നത്, അവരെന്ത് കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്നെപ്പോലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എത്ര ഉത്തരവാദിത്വം കാണിക്കണം എന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഒരു പീഡനത്തെയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. മുത്തശ്ശിയെ പീഡിപ്പിച്ചതും മധ്യവയസ്കയെ പീഡിപ്പിച്ചതും ഒക്കെ വളരെ വളരെ നിസ്സാരമായിട്ട് അങ്ങ് സംസാരിച്ചു പോവുകയാണ്. അപ്പോൾ ആളുകളിലേക്ക് എത്തുന്ന മെസ്സേജ് എന്താ? അപ്പോൾ പ്രായപൂർത്തിയായവരെ, വിവാഹിതരായവരെ പീഡിപ്പിച്ച വലിയ പ്രശ്നം ഇല്ല, പോലീസുകാരുടെ കണ്ണിലും അതൊരു വലിയ തെറ്റായിട്ട് കാണില്ല, അപ്പോൾ ചിലപ്പോൾ ശിക്ഷ കുറവായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു ദ്രോഹം സമൂഹത്തിനോട് ചെയ്യുന്നത്? ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല ഇൻ്റർവ്യൂകളും തോന്നുമ്പോൾ പലതരത്തിൽ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. എന്തിനാണ് ഇതെന്ന് തോന്നാറുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നിങ്ങളുടെ തോന്നൽ എന്താണ്, അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.